ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. പിന്നെ ഉണ്ടല്ലോ, ഞങ്ങളുടെ ചക്കി രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങുവാണ്. അവൻ കുളിച്ചൊരുങ്ങി വന്നത് അവനിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുവാണ്. രാവിലെ അവനിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ ഭയങ്കര മടിയാ. ഇത് എത്ര നേരം വിളിച്ചാലാണോ അവൻ എഴുന്നേക്കുന്നത്. രാത്രി അവൻ എത്ര സമയം വേണേലും ഉറങ്ങാതിരിക്കും. നിങ്ങളുടെയൊക്കെ പിള്ളേരിങ്ങനെയാണോ? രാത്രി എത്ര താമസിച്ച് വേണേലും കിടന്നോളുക, പക്ഷെ രാവിലെ അവനെ വിളിക്കല്ല. അവന്റെ ഉറക്കം പോയില്ല പോയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇരിക്കുക. നിങ്ങളുടെയൊക്കെ പിള്ളേര് രാവിലെ തന്നെ എഴുന്നേക്കുവോ? ഇവനെ വിളിച്ച് വിളിച്ച് മടുക്കുവേ. 8:50 ഇവന്റെ ബസ് വരും. പക്ഷെ ഇവന് ഞാനൊരു 7 മണി വരെ വിളിച്ച് വിളിച്ച് ലാസ്റ്റ് 8 മണിയാകുമ്പോഴത്തേക്ക് പൊക്കി എടുത്തോണ്ട് പോവുക. അല്ലാതെ അവൻ എഴുന്നേക്കത്തേ ഇല്ല. പിന്നെ രാവിലെ ഇപ്പം ഭയങ്കര തണുപ്പല്ലേ, അപ്പം തണുക്കുന്നെന്നും പറഞ്ഞുകൊണ്ടും ഇരിക്കും. എന്താണെങ്കിലും രാവിലെ എന്നും കുളിച്ച് എൻ്റെ കൊച്ചു സ്കൂളിൽ പോവുള്ളൂ. ഇതാണ് എൻ്റെ ചക്കി. എല്ലാവരും ചോദിക്കും ചക്കി ആരാണെന്ന്. ഇവനാ എൻ്റെ ചക്കി. ഇവന്റെ പേര് സയാൻ ഫാരിസ് സമദ് എന്നാ. ഇവനെ അപ്പൂസെന്നും വിളിക്കും. പക്ഷെ ഇവൻ എന്നോട് പറയുന്നത് ഞാൻ ചക്കീന്ന് വിളിച്ചാൽ മതി, ചക്കി കുഞ്ഞാവേന്ന് വിളിച്ചാൽ മതി എന്നാ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചക്കീന്നാണ് ഞാൻ വിളിക്കുന്നത്. അവൻ രാവിലെ അവന് ഫുഡ് വാരി കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വേണം, അവനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാ. അവൻ കഴിച്ചൊക്കെ കഴിഞ്ഞത്. ഇനി അവൻ ചെരുപ്പിടുവാണ്. ഇപ്പം അവൻ്റെ ബസ് വരും. പിന്നെ ഉണ്ടല്ലോ, അവൻ്റെ ബാഗ് ഞാനാണ് ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നത്. അന്നേരം എന്നും ഓർക്കും നമ്മൾ പണ്ട് സ്കൂളിൽ പോയത്. നിങ്ങളൊക്കെ അങ്ങനെ ഓർക്കാറുണ്ടോ? അങ്ങനെ സ്കൂളിൽ പോയതും ഒക്കെ അങ്ങനെയൊക്കെ ഓർക്കുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങളെല്ലാവരും ഇങ്ങനെ നടന്നായിരുന്നോ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, അതോ ബസ്സിനായിരുന്നോ ഓട്ടോയ്ക്കായിരുന്നോ എന്നൊക്കെ? ഞാനൊക്കെ നടന്നായിരുന്നു പോകുന്നത്. സ്കൂൾ വരെയും നടക്കുമായിരുന്നു. ഇതിപ്പം സ്കൂൾ ബസ് വരുവേ. അവൻ്റെ ഓടും എന്നെക്കാളും മുമ്പം കയറി. അവൻ്റെ ബസ് വരുന്നുണ്ട്. അവൻ ഈരാറ്റുപേട്ട അൽമനാർ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. അവൻ്റെ ബസ് വന്ന് അവനിപ്പം കയറും. പോകാൻ വേണ്ടി പോവാണ്. ബസ്സിൽ കയറി. അവൻ 1ാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. പോകാനൊക്കെ അവനക്ക് ഇഷ്ടമാണ്. പിന്നെ രാവിലെ ഉറങ്ങി എഴുന്നേക്കാനുള്ള മടിയേ ഉള്ളൂ. എന്നാ ശരി. അവനെ കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെടിയൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. അത്യാവശ്യം പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഒത്തിരി ചെടികൾ എനിക്കുണ്ടായിരുന്നു. എല്ലാം വെള്ളം ഒഴിക്കാതെ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്തു. ഇപ്പം എനിക്ക് കുറച്ച് ചെടികളേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇഷ്ടംപോലെ ചെടികളുണ്ടോ? കണ്ടോ, കുറച്ചൊക്കെ പൂവിടുന്നുണ്ട്. ഇപ്പം പൂവിടുന്ന സമയമാണല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം. കുറേ പരിപാടികളുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പം ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് സീനത്തുമ്മ വന്നു. എനിക്ക് മിറ്റം അടിച്ചൊക്കെ തരുവാണ്. സീനത്തുമ്മ എനിക്ക് എപ്പോഴും ജോലിയൊക്കെ ചെയ്തു തരാൻ വന്ന് സഹായിക്കും. പാവ ഉമ്മ ആണ്. ആ ഉമ്മയുടെ വീട് പാലക്കാടാണ്. അപ്പം ഉമ്മ ആടെ മോടെ വീട്ടിൽ വന്നേക്കുന്നതാ. അപ്പം ഉമ്മ വന്ന് എല്ലാം ചെയ്ത് സഹായിക്കും. പിന്നെ അതുകൊണ്ട് എനിക്ക് ജോലിയൊക്കെ കുറച്ചൊക്കെ ചെയ്താൽ മതി. പിന്നെ പിള്ളേരെല്ലാം പോയി. ഇനി എനിക്ക് അകത്തേക്ക് കയറിപ്പോ